ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. വഴിക്കടവ് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച പശ്ചാത്തലത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. അതാണ് ഗാന്ധിന്ന് ഈ പുതിയ കോൺഗ്രസിലേക്കുള്ള വ്യത്യാസം. മറ്റേ ദണ്ഡിയാത്രയുടെ കോൺഗ്രസാ, ഇപ്പൊ പന്നിക്കണീന്റെ കോൺഗ്രസാ. എന്നിട്ട് പന്നിക്ക് കെണി വെച്ചാൽ പോരാ, ഒരു കുട്ടി മരിച്ചാൽ ഉടനെ കൊടിയെടുത്തിട്ട് പിണറായി വിജയൻ മറുപടി പറയണം. ഇതിനിപ്പോ പന്നിക്കണി വെച്ചുള്ള മറുപടി പിണറായി പറയണോ? അതിലേ പറഞ്ഞ് മനസ്സിലായില്ലേ? ഇന്നിപ്പോ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മറിച്ചാ എന്തിന്? കോൺഗ്രസുകാരെ ഇലക്ട്രിസിറ്റി കക്കാൻ വേണ്ടിയിട്ട് പന്നിക്കണി വെച്ചിട്ട് മറ്റേ കെണിയും വെച്ച് ആ ഇലക്ട്രിസിറ്റിന്റെ അടിച്ചു മാറ്റിയിട്ട് അതിൽ പെട്ടൊരു കുട്ടി മരിച്ചപ്പോൾ അങ്ങണ്ട് ജാഥ. മനസ്സിലായെങ്കിൽ കോൺഗ്രസിന് അങ്ങനെയാ. ഒരു കോൺഗ്രസുകാരൻ കത്തിയെടുത്ത് കുത്തി ഒരാളെ കൊന്നാൽ അതിന്റെ ഉത്തരവാദിത്വം കത്തിക്കാം. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടെങ്കിൽ കത്തിയെടുത്തിട്ട് കുത്തിയതിന് ശേഷം ആള് മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കത്തിക്കാണ് എന്ന് പറയുന്ന ആ അതിബുദ്ധിമാന്റെ പേരാണ് VD സതീശൻ, കോൺഗ്രസ്. മനസ്സിലായോ? ആ ബുദ്ധി പോക്കറ്റിലിട്ടാ മതി എന്ന് മാത്രമാണ് വളരെ വിനയപൂർവ്വം എനിക്ക് അവരോട് പറയുന്നത്. എങ്ങനെയെങ്കിലും ഈ കോൺഗ്രസ്സുകാരൊന്ന് ഊരിക്കിട്ടണം. കാരണം മിഞ്ഞാന്ന് ഈ പൊടിയും പിടിച്ചു പോയവര് ഇവര് വിചാരിച്ചെന്താ വെച്ചാലേ ആളെ പിടിക്കൂലെന്നാ. ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളണം. പിണറായി വിജയൻ അവിടെ 24 മണിക്കൂർ വേണ്ടി വന്നില്ല, വെറും 4 മണിക്കൂർ കൊണ്ട് പൊക്കിയെടുത്ത് പൂച്ചക്കുട്ടിയെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നതുപോലെയല്ലേ ആ കോൺഗ്രസ് പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയ 2 ഉള്ളിലോട്ടുണ്ട്. ഇനി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ എല്ലാം അന്വേഷിക്കും പിണറായിയുടെ ഗവൺമെന്റ്, എല്ലാവരെയും പിടിക്കും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല. കാരണം പന്നിയിറച്ചി കച്ചവടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരില്ല, അതൊക്കെ കോൺഗ്രസ്സുകാരാണ്. മനസ്സിലായില്ലേ? കാട്ടിൽ ഇവിടെ പോണ വൈകുന്നേരം ആകുമ്പോ പിടിച്ചാൽ ഞങ്ങൾ ഒറ്റ ആളുണ്ടാവില്ല. കാരണം ഞങ്ങൾ നിയമവിധേയമായി ജീവിക്കുന്നവരാ. കള്ളത്തരത്ത് കാശുണ്ടാക്കി കഞ്ഞി കുടിക്കുന്ന ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അത് മനസ്സിലായിക്കൊള്ളും. നിങ്ങൾക്ക് ഇതാ ശീലം. എന്തെല്ലാം കാട്ടിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുമോ അത് അടിച്ചു മാറ്റി കാശുണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പൊ പറ്റൂല. ഇപ്പൊ ഗവൺമെന്റ് മാറിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ പിന്നെ പന്നിക്കണിയായിട്ട് ഇറങ്ങിയിരിക്കുക. എന്നിട്ട് പന്നിക്കണി ഇവൻ വെച്ചു, ഷോക്കേറ്റൊരു കുട്ടി മരിച്ചു. അപ്പൊ പിന്നെ അതിന്റെ ഉത്തരവാദിത്തം കേരള സർക്കാരിന്. ഇത് പന്നിക്കണി വെച്ചതിന്റെ ഉത്തരവാദിത്തം പിണറായിക്കാ? ഇവിടെ ആര്യാടൻ മന്ത്രി ആയിരുന്നില്ല, ഇലക്ട്രിസിറ്റി മന്ത്രി. ആര്യാടന്റെ മകനല്ലേ ഇവിടെ സ്ഥാനാർത്ഥി? ആര്യാടന്റെ കാലത്ത് എത്ര ആൾക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ഷോക്ക് അടിച്ചു മരിച്ചൂടെ? ആശുപത്രിക്കുള്ള വഴിയിൽ ആരെങ്കിലും വഴിയടയോ? പിന്നെ ആശുപത്രിക്കുള്ള വഴി അവിടെ പത്തേണ്ട വഴിയുടെ ഞാനതിലെങ്ങനെ വരിക? നമ്മളെ ഓഫീസിലേക്കാ? നമ്മളെ ഓഫീസ് വഴിയിലുണ്ട്. സന്തോഷമായി കോൺഗ്രസ്സുകാർക്ക് ഒരാളെ തടയാൻ കിട്ടിയത്. ഏത് ഒരാളെ തടയാൻ കിട്ടിയല്ലോ എന്നുള്ള മാതിരിയാ. ഏതോ കുറച്ച് കോൺഗ്രസ് നമ്മളെ നാട്ടിലൊന്നുമില്ല, ഇവിടുന്ന് വന്നൊരു കുറച്ച് കോൺഗ്രസ് ഇവിടെ ഉണ്ട്. അവര് വന്നിരിക്കുക. ഇവര് വിചാരിച്ചത് എന്താ വെച്ചാല് നമ്മളൊക്കെ അവിടെ ഇരിക്കൂലട്ടാ. അത് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ലല്ലോ ആവോ. അതിന് സംഭവിക്കുവോ? അപ്പൊ എന്താ ഉത്തരവാദിത്തം ഉണ്ടാ? എന്തെങ്കിലും ഉത്തരവാദിത്തം ഇവർക്കുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനം ഉത്തരവാദിത്തപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതല്ലേ? ആ പ്രവർത്തനം ഇവർ നടത്തുന്നുണ്ടോ? ഇല്ല. ഇതാണിപ്പോ ഇവിടെ സംഭവിച്ചത്. രാഷ്ട്രീയ മുതലെടുപ്പാണ് ഏത് വിഷയത്തിലും കോൺഗ്രസിന്റെ ലക്ഷ്യം. ആ രാഷ്ട്രീയ മുതലെടുപ്പിൽ സത്യത്തിന് വില കൽപ്പിക്കുന്നില്ല. എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാതെ തന്നെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ? മരണത്തിൽ പോലും മായം കലർത്തുക എന്നൊരു കൂട്ടർ എവിടെയെങ്കിലും ഉണ്ട്? പാലിൽ മായം കലർത്തി എന്ന് കേട്ടിട്ടുണ്ട്. മരണത്തിന് മായം കലർത്തുവോ? അതിന്റെ അതിലെ പ്രയാസതല്ലേ നമ്മൾ നോക്കുക. മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച UDFനെ തന്നെ ഇത് തിരിഞ്ഞുകുത്തുകയാണെന്നും ഇതിനെ പലരും വനം വന്യജീവി പ്രശ്നമായി ചിത്രീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചുവെന്നും വിജയരാഘവൻ പറഞ്ഞു. അതേസമയം കൃഷിക്കും മറ്റും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു സംവിധാനം നാട്ടിലുണ്ടായിട്ടും അത് നടപ്പിലാക്കാത്തത് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണ്.
പന്നിവേട്ടക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ രാധാകൃഷ്ണൻ MP, സത്യൻ മൊകേരി, ആലിസ് മാത്യു, MM വർഗീസ്, VP സാനു, E ജയൻ, TM സിദ്ദീഖ്, അനസ്, ജംഷീർ K, MT അലി, PT ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.